കുംഭമാസ പൂജകൾക്കായി തുറന്ന നട നാളെ അടയ്ക്കാനിരിക്കെ ഇന്ന് സന്നിധാനത്ത് വളരെയധികം ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇതര സംസ്ഥാനത്ത് നിന്നും അതുപോലെ തന്നെ മലയാളികളും ഉൾപ്പെടെയുള്ള വലിയ സംഘങ്ങളാണ് ഇപ്പോൾ സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഞായറാഴ്ചയുമാണ്. അപ്പോൾ ഈ 2 ദിവസവും വളരെ വലിയ ഭക്തജന തിരക്ക് തന്നെ അനുഭവപ്പെടും. എന്തായാലും ഇപ്പോൾ വലിയ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ പമ്പാ നദിയിൽ വെള്ളം ഇല്ലാത്തതിനെ തുടർന്ന് കുള്ളാർ ഡാം ഇന്ന് തുറന്നുവിടും എന്നുള്ള ഇന്നലെ തുറന്നുവിട്ടിരുന്നു. ഇന്നും തുറന്നുവിടും എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. പാദം നനയാൻ മാത്രമേ വെള്ളം ഉള്ളൂ. അതിനാലാണ് ഡാം തുറന്നുവിട്ട് പമ്പയിലെ ജലനിരപ്പ് ഉയർത്തുവാൻ അധികൃതർ തീരുമാനിച്ചത്. ദേവസ്വം കമ്മീഷണറുടെ പ്രത്യേക അപേക്ഷ പ്രകാരമാണ് ഡാം തുറന്നുവിട്ട് ജലനിരപ്പ് ഉയർത്തുവാനുള്ള തീരുമാനം ഇപ്പോൾ ജലവകുപ്പ് ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. 3 മുതൽ 5 സെന്റിമീറ്റർ വരെ വെള്ളം ഉയർത്തുവാനാണ് തീരുമാനം. പമ്പയിൽ വെള്ളമില്ല എന്ന് ഭക്തർ വളരെയധികം പരാതിപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്നിട്ടാണ് കമ്മീഷണർ ഇങ്ങനെ ഒരു അപേക്ഷ കൊടുത്തത്. 12 മുതൽ 17 വരെ ഡാം തുറന്നുവിടണമെന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ മുതൽ ഡാം തുറന്നുവിട്ട് പമ്പയിലെ ജലനിരപ്പ് ഉയർത്തുവാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഭക്തർ ഏറെ കഷ്ടപ്പെട്ടിരുന്നു ഇതുമൂലം. ഇപ്പോൾ ആവശ്യത്തിന് വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 2 ദിവസം ഇനി അനിയന്ത്രിതമായ തിരക്കനുഭവപ്പെടുമെന്ന് തന്നെയാണ് കരുതുന്നത്. 12-ന് ആണ് നട തുറന്നത്. ഇപ്പോൾ 4 ദിവസം പിന്നിട്ട് കഴിഞ്ഞു. എന്നിട്ടും ഇപ്പോൾ യുവതികളൊക്കെ പ്രവേശിക്കുമെന്ന് നവോത്ഥാന കേരളം ശബരിമലയിലേക്ക് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ യുവതികൾ ശബരിമലയിലേക്ക് എത്തും എന്നുള്ള ഒരു പ്രഖ്യാപനമുണ്ടായിരുന്നു. എന്നാൽ ഇതുവരെയും അതൊന്നും പ്രാവർത്തികമായിട്ടില്ല. എന്നാൽ ആന്ധ്രയിൽ നിന്നും നിരവധി യുവതികൾ ശബരിമലയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് എത്തിയിരുന്നു. എന്നാൽ ഇവരെയൊക്കെ ഭക്തരായിട്ടുള്ള ആളുകൾ എല്ലാവരും മരക്കൂട്ടത്ത് വെച്ചും അതുപോലെ തന്നെ ഈ പാതയിൽ കയറി വരുന്ന പാതയിലൊക്കെ അവർ തടയുകയുണ്ടായി. ഇതിനെ തുടർന്ന് ഇവർക്കൊന്നും ശബരിമലയിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. 2 യുവതികൾ നടപ്പന്തൽ വരെ എത്തിയിരുന്നുവെങ്കിലും അവരെയൊക്കെ മടക്കി അയക്കുകയായിരുന്നു. പോലീസും ഇതിന് വലിയ രീതിയിൽ പിന്തുണ നൽകുന്നില്ല എന്നുള്ള ഒരു കാര്യവും ശ്രദ്ധേയമാണ്. അതുപോലെ സർക്കാരും ഇക്കാര്യത്തിൽ ഒരു നിലപാട് എടുത്തിട്ടുണ്ട്. ഇത് യുവതികളെ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന് പോലീസിന് നൽകിയിരിക്കുന്ന ഒരു വിവരവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്രയും ദിവസം ആയിട്ട് കുംഭമാസ പൂജകൾക്കായി നട തുറക്കുന്ന സമയം യുവതികൾ നവോത്ഥാന കേരളം ശബരിമലയിലേക്ക് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ പ്രഖ്യാപിച്ച യുവതികളൊന്നും തന്നെ ഇതുവരെയും ശബരിമലയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്നാൽ ഇനിയും ഈ ഒരു ആശങ്ക ഒഴിയുന്നില്ല. നാളെ രാത്രി 10 മണി വരെ നട അടയ്ക്കുന്നത് വരെ ജാഗരൂകരാണ് എല്ലാ ഭക്തരും, അതുപോലെ കർമ്മസേന പ്രതിനിധികളും പോലീസും. എന്തായാലും ഇന്ന് വളരെയധികം ഭക്തജന തിരക്ക് ഉണ്ട്. സാധാരണ പൂജകളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെയ്യഭിഷേകം ഉൾപ്പെടെയുള്ള പൂജകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നാളെ 10 മണിയോട് കൂടിയിട്ടാണ് ഹരിവരാസനം പാടി നട അടയ്ക്കുന്നത്. അതിനുശേഷം മാർച്ച് മാസത്തിൽ ഉത്സവത്തിനായി മാത്രമായിരിക്കും ഇനി നട തുറക്കുക. അതായത് 9 ദിവസത്തേക്ക്, മാർച്ച് മാസത്തിൽ തുറക്കുന്ന നട 9 ദിവസത്തേക്കായിരിക്കും തുറക്കുക. അതിനുശേഷം കൊടിയിറങ്ങി നട അടയ്ക്കുന്നതായിരിക്കും.